Hi friends, welcome back to Cyrus Technologies e-commerce website demo. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡ് വ്യൂ ആണ്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് വ്യൂവും എങ്ങനെയാണ് ഇതിലേക്ക് കാർട്ടിലേക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്ക് എൻഡിലേക്ക് എങ്ങനെ വിസിബിൾ ആവണു എന്നുള്ളതെല്ലാം കണ്ടു. ഇനി ഇതുപോലെ തന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ അകത്ത് ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് പരിചയപ്പെടാം. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിലേക്കാണ് ഫ്രണ്ട് എൻഡിൽ നിന്ന് കസ്റ്റമർ മേക്ക് ചെയ്യുന്ന ഒരു ഓർഡർ നമുക്ക് ബാക്ക് എൻഡിലേക്ക് അഡ്മിന് അല്ലെങ്കിൽ ഇതാരാണോ മാനേജ് ചെയ്യുന്നത് അവർക്ക് വിസിബിൾ ആവുന്നത്. വരുന്ന എമൗണ്ട്, പ്രൊഡക്ട്സുകളുടെ ഡീറ്റെയിൽസ്, എല്ലാ ഓർഡേഴ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണാം. ഇനി അടുത്ത് വന്ന് നമുക്ക് ഈ ഒരു ഫ്രണ്ട് എൻഡിലേക്ക് എങ്ങനെ പ്രൊഡക്ട്സുകളും അതിൻ്റെ ഇമേജസും കാറ്റഗറീസും എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ളത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. മെയിനായിട്ടും ഈ കാറ്റഗറി, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ടാബ്സ് ആണ് നമ്മൾ കൂടുതലും ഇതിനകത്തേക്ക് യൂസ് ചെയ്യേണ്ടത്. അത് രണ്ടെണ്ണം അവിടെ നിൽക്കട്ടെ, ഞാൻ അപ്പോഴേക്കും ബാക്കിയുള്ള ഓപ്ഷൻസ് പറഞ്ഞുതരാം. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഓപ്ഷൻ ഉണ്ട്, ഡ്രൈവർ, വെൻഡർ, റിപ്പോർട്ട്സ്, സെറ്റിംഗ്സ്. നമ്മുടെ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസുമാണ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. സൈറ്റ് വഴി ചെയ്യുന്ന മൊബൈൽ നമ്പർ, യൂസറിൻ്റെ നെയിം, യൂസറിൻ്റെ ഡീറ്റെയിൽസ്, യൂസർ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ്, ഇതെല്ലാമാണ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന കസ്റ്റമറിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഒരു എക്സൽ ഷീറ്റ് ആക്കിയിട്ടും എക്സ്പോർട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ബ്രോഡ്കാസ്റ്റിങ്ങിന് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വന്ന് ഡ്രൈവർ. ഈ സൈറ്റ് വഴി ഓൺലൈൻ ഡെലിവറി കൊടുക്കുന്ന അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഡെലിവറി ഡ്രൈവേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തേക്ക് 1 by 1 ആഡ് ചെയ്യുന്നത്. ആഡ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഡ്രൈവറിൻ്റെ യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, ഫോൺ നമ്പർ, അഡ്രസ് എന്ന് വേണ്ട ഡ്രൈവറുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു വെച്ചിട്ടുള്ള ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ താഴെ കാണിക്കുന്നത്. ഇത്രയും ഡ്രൈവേഴ്സിനാണ് ഒരു പുതിയ ഓർഡർ വരുമ്പോൾ ആ ഓർഡർ എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേബിളിൽ കണ്ടു. ആ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടേബിളിൻ്റെ അകത്ത് നിന്ന് പുതിയൊരു ഓർഡർ വരുമ്പോൾ ഡ്രൈവറിനെ അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഡ്രൈവേഴ്സിനെ ഇവിടെ നിന്നാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യിക്കുന്നത്. സപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബിൻ്റെ അകത്ത് നമ്മുടെ സൈറ്റ് വഴി സപ്പോർട്ടിംഗ് സിസ്റ്റം, ചാറ്റ് ഓപ്ഷനാണ് സപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്തേക്ക് ചാറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്ന ആ ഒരു സപ്പോർട്ടിംഗ് ടീമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ കസ്റ്റമർക്ക് സൈറ്റ് വഴി ചാറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സപ്പോർട്ടറിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വിസിബിൾ ആയത്. അതിനാണ് സപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്ന് വെൻഡർ. വെൻഡർ പറഞ്ഞപ്പോൾ മൾട്ടി വെൻഡർ സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു ക്ലയൻസിനാണെങ്കിൽ മാത്രമേ വെൻഡറിൻ്റെ ടാബ് ആവശ്യം വരുള്ളൂ. നോർമലി സിംഗിൾ വെൻഡറാണ് നമ്മുടെ സൈറ്റ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇല്ല, മൾട്ടി സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സൈറ്റ് വഴി വേറൊരു വെൻഡേഴ്സിനെ അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. അങ്ങനെ സെല് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കമ്മീഷൻ ബേസ്ഡ് ആണ് വരുന്നത്. ലൈക്ക് കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് സജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ വെൻഡറിൻ്റെ അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മുടെ സൈറ്റ് വഴി വന്നു പോയിട്ടുള്ള എല്ലാ സെയിൽസിൻ്റെയും ടോട്ടൽ റിപ്പോർട്ട്സ് ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇൻവോയ്സ് ഡേറ്റ് അല്ലെങ്കിൽ വെൻഡർ എടുക്കുന്ന വെൻഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഒരു ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഡേറ്റിൻ്റെ ഉള്ളിൽ എത്ര സെയിൽ പോയി എന്നുള്ളതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. കംപ്ലീറ്റഡ് ഓർഡേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പ്രോസസ്സിങ് ഓർഡേഴ്സിൻ്റെയോ ഏതാണോ ഇതിനകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. അതേ സെയിം വേ തന്നെ നമുക്ക് പ്രൊഡക്ട്സിൻ്റെയും എക്സ്പോർട്ടിങ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കറണ്ട് സ്റ്റോക്ക് എത്രയാണ്, പ്രൊഡക്റ്റിൻ്റെ സെർച്ച് കാറ്റഗറി ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് ഈ ഒരു എക്സ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് വഴി നമുക്ക് അറിയാൻ പറ്റുന്നതാണ്.
പിന്നെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാബിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള സെയിം പർപ്പസ് തന്നെയാണ് റിപ്പോർട്ട്സിൻ്റെ അകത്തും കസ്റ്റമറിൻ്റെ ഓപ്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് കസ്റ്റമർ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സെറ്റിങ്സ് നോർമലി കാണുന്ന നമ്മുടെ സൈറ്റിൻ്റെ ലോഗോ സെറ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. സൈറ്റിൻ്റെ ബാനറും ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് കാറ്റഗറിയും പ്രൊഡക്ട്സും കൂടാതെ ബാക്കിയുള്ള ടാബുകൾ. ഇനി കാറ്റഗറി ടാബ്. സൈറ്റിൻ്റെ അകത്ത് ഫ്രണ്ടിൽ കാണിക്കുന്ന ചിക്കൻ, മീറ്റ്, ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ഓരോ കാറ്റഗറീസ് ആണ്. ഇതിനെല്ലാം നമ്മൾ ഈ കാറ്റഗറി ടാബിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. എഗ്സ്, മീറ്റ്, ചിക്കൻ ഇതെല്ലാമാണ് കാറ്റഗറി നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആഡ് എ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പാരന്റ് കാറ്റഗറിയാണ്. പാരന്റ് കാറ്റഗറി മീൻസ് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളെല്ലാം കാണിക്കുന്നു. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണ്ട. ഞാനിവിടെ തന്തൂരി ചിക്കൻ എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നതെങ്കിൽ അത് ചിക്കൻ്റെ അകത്ത് വരുന്ന വേറൊരു സബ് കാറ്റഗറിയാണ്. അങ്ങനെ സബായി കൊടുക്കുന്ന കാറ്റഗറി ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാരന്റ് കാറ്റഗറി ചിക്കൻ എന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ വെച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ് കാറ്റഗറിയും കൂടി ക്രിയേറ്റ് ആയി വരും. ഓക്കെ, അപ്പോൾ പാരന്റ് കാറ്റഗറിയാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് നള്ളാക്കി സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു നെയിം കൊടുത്തു, കാറ്റഗറി നെയിം കൊടുത്തു, കാറ്റഗറിക്ക് ഒരു ഇമേജ് ചൂസ് ചെയ്ത് കൊടുത്തു, ഒരു ഐക്കൺ ഇമേജും ചൂസ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ പുതിയ ഒരു കാറ്റഗറിയും കൂടി ആഡായി വന്നു. ഞാൻ പറയണം ഇവിടെ ക്രിയേറ്റ് ചെയ്തൊരു കാറ്റഗറി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ഞാനൊരു കാറ്റഗറി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ കാറ്റഗറിക്ക് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിലുള്ള ഇതിൻ്റെ അകത്ത് നിന്ന് ഡ്രിങ്ക്സിൻ്റെ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. ഐക്കൺ ഇമേജ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഇമേജസ് കയ്യിലുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. നമ്മുടെ കയ്യിലിപ്പോൾ അങ്ങനത്തെ ഒരു ഇമേജ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ ഒരു കാറ്റഗറി ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രിങ്ക്സ് റിലേറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഈ ഒരു ഇമേജ് തന്നെ ഡ്രിങ്ക്സിന് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന ഒരു പിന്നെ ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള പുതിയൊരു കാറ്റഗറി ഇവിടെ ആഡായി. ഐക്കൺ ഇമേജ് ആയിട്ടല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്, നോർമൽ ഇമേജ് ആയിട്ടാണ്. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കാറ്റഗറി ആഡായി. ഇതിൻ്റെ മെയിൻ ഹോം പേജിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെയും ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കാറ്റഗറി ആഡായി. ഇതിൻ്റെ ലുക്സ് എല്ലാം നോക്കുന്നത് മെയിനായിട്ട് നമ്മളെ കൊടുക്കുന്ന ഇമേജ് വൈസ് ചെയ്തിട്ടാണ്. അപ്പം ഏത് ഇമേജാണ് കയ്യിലുള്ളതെങ്കിൽ ആ ഒരു ഇമേജ് നമുക്ക് ഇതിനകത്ത് കൊടുത്ത് ലുക്സ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാം. അപ്പോൾ ഇതാണ് ഒരു കാറ്റഗറി ആഡ് ചെയ്യുന്ന രീതി. അപ്പോൾ കാറ്റഗറി ആഡ് ചെയ്തു. നെക്സ്റ്റ് ബാനർ 1, ബാനർ 2, സ്ലൈഡർ 3 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഹോം പേജിൻ്റെ അകത്ത് കാണിക്കുന്ന ഈ സ്ലൈഡർ സെക്ഷൻസ്. അത് ആഡ് ചെയ്യാൻ കാറ്റഗറിക്ക് അണ്ടറിൽ ബാനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് പോയി നമുക്ക് ബാനേഴ്സ് ആഡ് ബാനർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള ചൂസ് ചെയ്തെടുക്കാം. ബാനർ 2, 3, 4, 5 എന്ന് പറയുന്നത് അഡ്വർടൈസിൻ്റെ കോളമാണ്. അപ്പോൾ 2 ആണ് സെലക്ട് ചെയ്തിട്ട് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതൊരു അഡ്വർടൈസ്മെൻറ്റ് കോളം ആയിരിക്കും. ഈ ഒരു ഇങ്ങനെ കാണിക്കുന്ന അഡ്വർടൈസ്മെൻറ്റുകളാണ്. ഈ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് കാറ്റഗറിയിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ലിങ്ക് ബാനർ എന്നുള്ളത് ചൂസ് ചെയ്യാം. ഈ ലിങ്ക് ബാനറിൻ്റെ അകത്തേക്ക് ഏത് കാറ്റഗറിയാണ് പോകുന്നതെങ്കിൽ ആ കാറ്റഗറിക്ക് ചൂസ് ചെയ്യാം. വളരെ സിമ്പിൾ മെത്തേഡ്സിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഏതൊരാൾക്കും ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്ന രീതിയിലാണ്. ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രം. കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈവ് ഡെമോ സെഷൻ നമ്മൾ കൊടുക്കും.
ഇതിനാണ് നമ്മൾ കാറ്റഗറിക്കകത്തും ബാനേഴ്സിൻ്റെ അകത്തും ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് പ്രൊഡക്ട്സ് ആണ്. ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഡിഫോൾട്ടായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളിലൂടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് പിൻ കോഡ്സ്, യൂണിറ്റ്, പ്രിഫറൻസ്, വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ്. നമ്മുടെ ഈ ഒരു ഷോപ്പ്, ഓൺലൈൻ ഷോപ്പ് ഏതെല്ലാം ഏരിയയിലേക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നാണ് പിൻ കോഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ അകത്ത് തന്നെ എല്ലാ സിറ്റിക്കകത്തും കൊടുക്കുന്നില്ല, മേജറായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാ ഇന്നർ ഏരിയാസിലേക്കും ഇല്ല. അപ്പോൾ അതെല്ലാം നമുക്ക് പിൻ കോഡ് വൈസ് സെറ്റ് ചെയ്ത് വയ്ക്കാം. എവിടേക്കാണ് ഡെലിവറി ഉള്ളതെങ്കിൽ അത്രയും ഡെലിവറി ഏരിയ പിൻ കോഡ് ചെയ്ത് വയ്ക്കാം. ഓരോ ഡെലിവറി ഏരിയയിലേക്കും എത്ര ഡേയ്സ് കൊണ്ട് ഡെലിവറി വരും, എത്രയാണ് അവിടേക്കുള്ള ഡെലിവറി ചാർജസ് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതായത് സിറ്റിക്കകത്താണ്. സ്റ്റേറ്റ് ഡിഫോൾട്ടായിട്ട് നമ്മുടെ കേരള തന്നെയാണ്. എല്ലാ അതർ സ്റ്റേറ്റ്സ് യൂസ് ചെയ്യുന്നതിന് അതർ സ്റ്റേറ്റ്സ് കൊടുക്കാം. ഡെലിവറി എത്ര ദിവസം കൊണ്ട് അവിടേക്ക് എത്തും, ഡെലിവറി ചാർജ് എത്രയാണ്. ഇങ്ങനെയാണ് നമ്മൾ പിൻ കോഡ് ആഡ് ചെയ്ത് വയ്ക്കുന്നത്. സെയിം ടൈം വേരിയൻസ്, പ്രിഫറൻസ്, യൂണിറ്റ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബേക്കറി ഷോപ്പാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രോസറി ഷോപ്പിൻ്റെ അകത്ത് 5 കിലോയുടെ അരി, 5 കിലോയുടെ അരി നമുക്ക് 1 കിലോ ആയിട്ടും കൊടുക്കാം, 10 കിലോ ആയിട്ടും കൊടുക്കാം, 50 കിലോ ആയിട്ടും കൊടുക്കാം. അപ്പോൾ ഏതെല്ലാം വേരിയൻസ് അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. കസ്റ്റമർ വന്ന് ഫ്രണ്ട് എൻഡിലേക്ക് 5 kg റൈസ് എന്ന് നോക്കുമ്പോൾ 10 kg, 1 kg, 50 kg ഈ വേരിയൻസ് എല്ലാം അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിന് അത് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേരിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ്റെ അകത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വന്ന് കസ്റ്റമർ പ്രിഫറൻസ് ആണ്. കസ്റ്റമർ പ്രിഫറൻസിൻ്റെ അകത്ത് വെജിറ്റേറിയൻ, ഇപ്പോൾ ഫുഡ് സെക്ഷനാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിഫറൻസ് കൊടുക്കും. കസ്റ്റമറിന് ഏത് പ്രിഫറൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പ്രിഫറൻസിൻ്റെ ഫിൽട്രേഷനാണ് വരുന്നത്. അതിനാണ് ഇവിടെ പ്രൊഡക്ട്സിൻ്റെ അകത്ത് പ്രിഫറൻസ്, വേരിയൻസ്, യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. യൂണിറ്റ്സിൻ്റെ അകത്ത് ഫ്രണ്ടിലേക്ക് കസ്റ്റമർ വന്ന് ഒരു പ്രൊഡക്റ്റ് നോക്കുന്ന ടൈമിൽ ഈ ഒരു പ്രൊഡക്റ്റ് പീസ് റേറ്റ് ആണോ വെച്ചിരിക്കുന്നത്, kg റേറ്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ യൂണിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത്രയും സെറ്റാക്കി കഴിഞ്ഞിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ഞാനിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാറ്റഗറിക്ക് അണ്ടറിലേക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ ആഡ് ചെയ്ത് പോകും. മാംഗോ ഷേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയൊരു പ്രൊഡക്റ്റിനെ പുതിയതായിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാറ്റഗറിക്ക് അണ്ടറിലേക്ക് എടുക്കുന്നു. ഞാനൊരു ഷേക്കിൻ്റെ ഇമേജ് കൊടുക്കുന്നു. മൾട്ടിപ്പിൾ ഇമേജസ് നിങ്ങളുടെ കയ്യിലേക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇമേജ് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഇമേജ്. പ്രൊഡക്റ്റിന് ഒരു ഡിസ്ക്രിപ്ഷൻ, പ്രൊഡക്റ്റിൽ എന്ത് ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾ കൊടുക്കാൻ മീൻ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഹൈലൈറ്റ്സ്, എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഹൈലൈറ്റ്സ് ഉള്ളതെങ്കിൽ അത് കൊടുക്കാം. സ്പെസിഫിക് ആയിട്ട് റിട്ടേൺ പോളിസി എന്തെങ്കിലും ആ പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യാം. കാറ്റഗറി, ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിക്ക് അണ്ടറിലാണ് വരുന്നത്, ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിക്ക് അണ്ടറിലാണ് ഈ പ്രൊഡക്ട്സ് വരുന്നത്. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൊടുക്കുമ്പോൾ ഇവിടെ 3 പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്രൈസ് കൊടുക്കുന്നുണ്ട്, സെയിൽ റേറ്റ് കൊടുക്കുന്നുണ്ട്, പർച്ചേസ് റേറ്റ് കൊടുക്കുന്നുണ്ട്. നോർമൽ കേസിൽ പർച്ചേസ് റേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട. പ്രൈസ് എത്രയാണ്, സെയിൽ റേറ്റ് എത്രയാണ്. 110 ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഞാൻ പ്രൈസ് കൊടുക്കുന്നത്, എന്നാൽ സെയിൽ ചെയ്യാൻ പോകുന്ന പ്രൈസ് 100 ആണ്. ഓഫർ പ്രൈസ് എൻ്റെ 100 ആണ്. 110 രൂപയുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ 100 രൂപയ്ക്കാണ് സെല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് ഇത് പെർ പീസിനാണ്, ഒരു പീസിനാണ് നമ്മൾ 100 രൂപ എടുക്കുന്നത്. ഇനീഷ്യലി എൻ്റെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ഈ ഒരു പ്രൊഡക്റ്റിന് ഇനീഷ്യലി എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് പെർ പീസ് റേറ്റ് ആണ് 20 ആണ് സ്റ്റോക്ക് ഇനീഷ്യലി വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് നെറ്റ് വെയിറ്റ്, ഒരു ഡ്രിങ്ക് ഷെയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ ഒരു നെറ്റ് വെയിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല, അത് ബ്ലാങ്ക് ആക്കി വിടാം.
ഇനി പിൻകോഡ്സ്, ഇത്രയും പിൻകോഡ്സുകളിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും സ്പെസിഫിക് പിൻകോഡിൽ അവൈലബിൾ അല്ലെങ്കിൽ ആ പിൻകോഡ് മാത്രം നമുക്ക് അൺസെലക്ട് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കൺട്രോളെ കൊടുത്ത് ഓൾ സെലക്ട് ചെയ്യാം. ഇപ്പം എല്ലാ പിൻകോഡ്സിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. പ്രിഫറൻസിൻ്റെ അകത്തേക്ക് ഏതെങ്കിലും ടോപ്പിംഗ്സോ എന്തെങ്കിലും സെക്ഷൻസ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രിഫറൻസ് കൊടുക്കാം. ഇപ്പോൾ പ്രിഫറൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ബാക്കി ബാനർ 1, ബാനർ 2, വെൻഡർ ഇതെല്ലാം നമുക്ക് ലീവ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് കൊടുത്തു വരുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ താഴേക്കുള്ള ഈ ഒരു സെക്ഷനിലായിരിക്കും അതിൻ്റെ ഇമേജ് കാണിക്കുന്നുണ്ടാവുക. അഡ്വർടൈസിങ് പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. സബ്മിറ്റ് കൊടുത്തു. നമുക്ക് ഡ്രിങ്ക്സിൻ്റെ അണ്ടറിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഡ്രിങ്ക്സിൻ്റെ അണ്ടറിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള മാംഗോ ഷേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ ആഡായി. പ്രൊഡക്റ്റ് ഞാൻ വിസിബിൾ ചെയ്തു. ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 9% ഓഫ്, 110 എന്നുള്ള ഓപ്ഷന് 100 നമ്മൾ കൊടുക്കുന്നത്. ഇത് പ്രൊഡക്റ്റിൻ്റെ മൾട്ടിപ്പിൾ ഇമേജ്, സെയിം പ്രൊഡക്റ്റിന് തന്നെ മൾട്ടിപ്പിൾ ഇമേജാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സെയിം ഫോർമാറ്റിൽ നമുക്കത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കുന്നത്. അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടു, ഫ്രണ്ട് എൻഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടു. ഇനി ഇതേ സെയിം വെബ്സൈറ്റിന് തന്നെ മൊബൈൽ ആപ്ലിക്കേഷനും അതിൻ്റെ തന്നെ ഡ്രൈവർ ആപ്ലിക്കേഷനും വേണം. ഈ മൊബൈൽ ആപ്ലിക്കേഷനും ഡ്രൈവർ ആപ്ലിക്കേഷനും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. നമുക്കിത് പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ എങ്ങനെയാണോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് അതേപോലെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സിസ്റ്റത്തിൻ്റെ അകത്ത് കാണിക്കുന്ന സെയിം ഫോർമാറ്റ് തന്നെയാണ്. ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും കളർ കോമ്പിനേഷൻസോ അല്ലെങ്കിൽ ഫോണ്ട് സൈസോ ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പേഴ്സിനെ കൊണ്ട് ചേഞ്ച് ചെയ്യിക്കാം. നമ്മുടെ എല്ലാ കാറ്റഗറീസും ഈ സൈഡിൽ തന്നെ നമ്മൾ ഇനീഷ്യലി തന്നെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഹോം ബാഗിൻ്റെ അകത്ത് ഹോമും കാറ്റഗറീസിൻ്റെ അണ്ടറിൽ എല്ലാ കാറ്റഗറീസും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നു. അത് നോർമലി ഒരു കാറ്റഗറി ക്ലിക്ക് ചെയ്ത് പോകുന്നു. ചിക്കൻ എന്ന് പറഞ്ഞ കാറ്റഗറി, ആ കാറ്റഗറിക്ക് അണ്ടറിലുള്ള എല്ലാ പ്രോഡക്ട്സുകളും താഴേക്ക് കാണിക്കുന്നു. ഇനി ഏതെങ്കിലും സ്പെസിഫിക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കേണ്ടതെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ നെയിം, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ്, പ്രൈസ്, ഓഫർ പ്രൈസ് എല്ലാം കാണിക്കുന്നു. പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് ഇന്നറിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ലാർജ് ഡിസ്ക്രിപ്ഷൻ, ഡെലിവറി ടൈം, അവിടെ ഒരു ബാനർ വരുന്നുണ്ട്. അടുത്തത് യു മേ ഓൾസോ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ആ സെയിം കാറ്റഗറിക്ക്, ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിക്ക് അകത്ത് വരുന്ന താഴെയുള്ള പ്രൊഡക്ട്സുകൾ ലിസ്റ്റ് ചെയ്യിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ആൻഡ് വ്യൂ കാണിക്കുന്നത്. ഇതിൻ്റെ ലുക്കെല്ലാം നമുക്ക് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് എന്തെങ്കിലും ക്ലയൻറ്റ് സൈഡിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു റെഡി ടു ക്വിക്ക് ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിനകത്തേക്ക് നിങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് ഏതും ആവട്ടെ, ഗ്രോസറി ഷോപ്പാണ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഷോപ്പാണ്, ഏതുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. കാർട്ടിലേക്ക് ആഡ് ടു കാർട്ടിലേക്ക് ആഡ് ചെയ്തു, കാർട്ടിലേക്ക് ആഡായി. കാർട്ടിൻ്റെ സമ്മറി, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് വന്നു, ഏത് പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. ഇനി ഇവിടെ ലോഗിൻ ചെയ്യുന്ന ടൈമിലാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒ ടി പി വെച്ച് ലോഗിൻ ചെയ്തു പ്രൊഡക്റ്റ് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കയ്യിലുള്ള പ്രൊഡക്റ്റ് വന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റും എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റും ആഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാനിവിടെ 2 പീസ് വെച്ചിട്ട്
ഈ പ്രൊഡക്റ്റുകളെല്ലാം ആഡാക്കി. ടോട്ടൽ എമൗണ്ട്, ഷിപ്പിംഗ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് അഡ്രസ്സ് കൊടുത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഞാൻ മുൻപ് തന്നെ എൻ്റെ അക്കൗണ്ടിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തിട്ടുള്ള അഡ്രസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല. സെയിം അഡ്രസ്സ് കാണിക്കുന്നു. പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പേ യൂസിങ് റാസർ പേ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ടെസ്റ്റ് മോഡിലാണ് മെത്തേഡ് എടുക്കുന്നത്. ഞാൻ കാർഡ് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഞാനിവിടെ ക്യാഷ് ഓൺ ഡെലിവറി ചൂസ് ചെയ്യുന്നു. പ്രൊസീഡ് ടു ചെക്കൗട്ട്. എൻ്റെ ഓർഡർ പ്രൊസീഡായി. ഇതാണ് കസ്റ്റമറിൻ്റെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെനു. ഇതിനകത്തേക്ക് ഓർഡേഴ്സ് കാണിക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്, മുൻപ് ഓർഡർ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്, ഇത്രയും ഓർഡേഴ്സ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ.